ഇന്നത്തെ വാർത്താ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മാസത്തെ പെൻഷൻ തുകയായിരുന്നു വിതരണം ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ്. 1, 2, 3 മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത മാസം ഒരു മാസത്തെ, അതല്ല എന്നുണ്ടെങ്കിൽ 2 മാസത്തെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ക്രിസ്മസോടനുബന്ധിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ 3200 രൂപയുടെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്താ അറിയിപ്പാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന എല്ലാ ആളുകളും വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുകയും അതുപോലെ തന്നെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കേണ്ടതുമാണ്. 3200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 2 മാസങ്ങളിലെ പെൻഷൻ തുകയായിരിക്കും ക്രിസ്മസോടനുബന്ധിച്ച് വിതരണം ചെയ്യുക. ഈ ഒരു തുക കൈപ്പറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ നവംബർ മാസത്തിൽ പെൻഷൻ വിതരണം ചെയ്ത സമയത്തുള്ള അതേ മാനദണ്ഡങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള ആളുകൾക്കുമാണ് സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാസം 20-ാം തീയതിക്കകം, അതായത് ഡിസംബർ മാസം 20-ാം തീയതിക്കകം മാസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ തുക ക്രിസ്മസോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന സമയത്ത് 3200 രൂപ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ പോയിട്ട് മാസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും മാസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാണ്ട് ഉണ്ട് എങ്കിൽ അവരുടെ വീട്ടിലുള്ള വീട്ടംഗങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ പ്രതിനിധികൾ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് അവരുടെ മാസ്റ്ററിംഗ് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളുടെ പെൻഷൻ തുക ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം.